ബെസ്റ്റ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് കോളേജ് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അക്കാദമിക് പാസ് റേറ്റ്. ആ കോളേജിൽ നിന്നും എത്രത്തോളം കുട്ടികൾ പാസ് ഔട്ട് ആയിട്ടുണ്ട് എന്നുള്ള പെർസെൻറ്റേജ് കണക്ക് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ കോളേജിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ എന്ത് കാണാൻ വേണ്ടി പറ്റും, എന്താണ് അവിടുത്തെ അക്കാദമിക് പാസ് റേറ്റ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ആൻഡ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നതാണ് പ്ലേസ്മെന്റ് ഡീറ്റെയിൽസ്. ആ കോളേജിൽ നിന്നും എത്രത്തോളം പ്ലേസ്മെന്റ് നടക്കുന്നുണ്ട്. നമ്മൾ എല്ലാവരും പഠിക്കുന്നത് നല്ലൊരു പ്ലേസ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ. സോ അവിടുത്തെ പ്ലേസ്മെന്റ് ഡീറ്റെയിൽസ് കൃത്യമായിട്ട് മനസ്സിലാക്കാം. മൂന്നാമത്തെ കാര്യമാണ് NBA അക്രഡിറ്റേഷൻ. അതായത് ഓരോ കോഴ്സുകൾക്കുമാണ് NBA അക്രഡിറ്റേഷൻ ഉണ്ടാവുക. അപ്പം നിങ്ങൾ ചൂസ് ചെയ്യുന്ന കോളേജിൽ ആ കോഴ്സിന് NBA അക്രഡിറ്റേഷൻ ഉണ്ടോ എന്നുള്ള കാര്യം ഉറപ്പാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, ആ കോളേജ് ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ആൽമിനസ് തന്നെയാണ്. അതായത് ആ കോളേജിൽ നിന്നും പുറത്തോട്ടേക്ക് പോകുന്ന എത്രത്തോളം ആൽമിനീസ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. കാരണം നിങ്ങൾ ഇവിടുന്ന് പുറത്തോട്ടേക്ക് പോകുമ്പോൾ ഒരു ഓൺട്രപ്രണർഷിപ്പിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യത്തിന് നമ്മുടെ ആൽമിനസ് സപ്പോർട്ട് കിട്ടുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫാക്കൽറ്റീസ് ആണ്. നിങ്ങൾ ചൂസ് ചെയ്യുന്ന കോളേജിലെ ഫാക്കൽറ്റീസിൻ്റെ ക്വാളിഫിക്കേഷൻ, അവരുടെ റിസർച്ച് പേപ്പേഴ്സും കാര്യങ്ങളും ഒക്കെ ഒഫീഷ്യൽ ആയിട്ടുള്ള അവരുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കിട്ടും. സോ എത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള ഫാക്കൽറ്റി ആണ് അവിടെ ഉള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഈ 5 കാര്യങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളൊരു ബെസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം.